50 രൂപ ഫ്രഷായിട്ട്. വണ്ടിയിനകത്ത് ഇരുന്ന ധൂമിൻ്റെ ബേക്ക് പോർഷൻ ഇവിടെ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് ധൂമിൻ്റെ ഗ്ലാസ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാമായിരുന്നു. പക്കാ ക്ലീൻ സാധനമാണ്. ഗൈസ്, ഇന്നത്തെ പരിപാടി നമ്മുടെ മാതാമല ഓഫ് റോഡ് പോയപ്പോൾ കിട്ടിയ കുറച്ച് പണികളൊക്കെ നമ്മൾ റെഡി ആക്കിയായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായിട്ട് വന്നൊരു പണിയാണ് കേട്ടോ ദാ ഈ കാണുന്നത്. ഈ വൈസറിൻ്റെ ഇവിടുത്തെ ഒരു ക്ലാമ്പ് ഒരു സ്റ്റേ ഉണ്ട് കേട്ടോ. ആ സ്റ്റേ മീറ്റർ എല്ലാവരും സ്റ്റേ ആണ്. ആ സ്റ്റേ മൊത്തത്തിലല്ല, ഈ ഒരു സൈഡ് ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേ ചെറിയൊരു ആട്ടം ഉണ്ടായിരുന്നു, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓട്ടത്തിൽ അധികം പൊട്ടിപ്പോയി. പക്ഷെ ഇത് മാറണമെങ്കിൽ ഈ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്റ്റേ എടുക്കണം, അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. പിന്നെ ഷോറൂമിൽ സാധനം കിട്ടത്തുള്ളൂ, അപ്പോൾ ഷോറൂമിൽ പോയി സാധനം കളക്ട് ചെയ്യണം, പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ 100 ബൈക്ക് ഉണ്ട് കേട്ടോ, അതിൻ്റെ 4 കോയിലൊന്ന് മാറണമെന്ന് പറഞ്ഞ് അവരെ കുറച്ച് തിരക്കായതുകൊണ്ട് വണ്ടി വീട്ടിൽ വെച്ചിട്ട് പോയി. അപ്പോൾ അതും കൂടെ എടുത്തുകൊണ്ടാണ് നമ്മളിന്ന് പോകുന്നത്. അതിൻ്റെ 4 കോയിൽ മാറണം. അങ്ങനെ ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ വീഡിയോയിലോട്ട്. നമ്മൾ 100 നമ്മുടെ ജസ്കിയറിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ ആറ്റിങ്ങിലോട്ട് പോവുകയാണ് നമ്മുടെ ഈ ഒരു സ്റ്റേ വാങ്ങാനായിട്ട് കേട്ടോ. അങ്ങോട്ട് എത്തുമോ സംശയമാണ്. ഈ ഒരു പ്രശ്നം വന്നുകൊണ്ട് ഞാൻ കുറച്ചാൾ വണ്ടി എടുക്കില്ലായിരുന്നു, ഇന്നാണ് പിന്നെ എടുത്തത് കേട്ടോ ആ സ്റ്റേ മാറാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടുത്തെ റോഡൊക്കെ പാരിപ്പള്ളി ടു കല്ലമ്പലം റോഡൊക്കെ പണിയൊക്കെ തീർന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഭയങ്കര പൊടിയാണ് ഇപ്പം. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് വെയിലൊന്നും ഇല്ല കേട്ടോ. പറഞ്ഞു തീർന്നില്ല, വെയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ആറ്റിങ്ങ ഷോറൂം എത്തിയിട്ടൊക്കെ സാധനമൊക്കെ വാങ്ങിക്കുന്നതും എല്ലാം കാണാം. ഓക്കെ, ട്രാഫിക്കിൽ പെട്ടെടുത്തപ്പോൾ വയസ്സിലടന്ന് ചാടുന്ന നോക്കിയാണ്. നമ്മുടെ ആറ്റിങ്ങ ദിയ ഷോറൂം എത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റേ ഇരിപ്പുണ്ടോ? ആ റൈറ്റ്. 50 രൂപ ഫ്രഷായിട്ട്. മറ്റേ ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് എത്രയാ? മാറ്റിക്കല്ലോ. മാമനൊക്കെ ദയനീയമായിട്ട് നോക്കുന്നത് എൻ്റെ വണ്ടി ഓടിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടിട്ട്. അപ്പോൾ 50 രൂപയുടെ കേസേ ഉള്ളൂ കേട്ടോ. അപ്പം അതിനാണെങ്കിൽ അത്ര നാൾ വച്ചുകൊണ്ടിരുന്ന അതുകൊണ്ടൊന്നും അല്ല, ഇപ്പോൾ എത്ര ആയാലും മാറിയാനാ ഒരാളെ ബുദ്ധിമുട്ടുണ്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെസ്കിയിൽ 220 ഇരിക്കുന്നു ഫുൾ വർക്കിനായിട്ട്. ഹെഡ്ലൈറ്റിൻ്റെ ധൂമും സ്ട്രെച്ചറും കിറ്റും എല്ലാം മാറാനായിട്ട് വണ്ടി വന്ന് ബാക്കി സാധനമെല്ലാം കിട്ടി. ഇതിൻ്റെ ഫ്രണ്ട് മൾഗാർഡിൻ്റെ പോർഷൻ മാത്രം കിട്ടിയില്ല കേട്ടോ. അപ്പം അതൊന്ന് ബജാജിൻ്റെ ഷോറൂമിൽ നിന്ന് എടുക്കണം. അതാണ് ഇപ്പോൾ അടുത്ത പ്രോഗ്രാം. 220യുടെ മൾഗാർഡുണ്ടോ? ഫ്രണ്ട് മൾഗാർഡ് മതി. അയ്യോ, ഇത്ര വലിയ ബോക്സാണ്. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. യെസ്, ഇത്രയും വലിയ ബോക്സ് ഞാൻ എക്സ്പോൾസിൽ എങ്ങനെ കൊണ്ടുപോകും? ഒന്നാമതാ നേരെ തന്നെ പഠിക്കുമ്പോൾ കാലെത്തുന്നില്ല. കെട്ടിക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ കെട്ടിച്ചുള്ളൂ. ഈ കാണുന്ന അപ്പല്ലയുടെ മൾഗാർഡാണ്. ഇത് യൂണിവേഴ്സലായിട്ട് എല്ലാ സ്കൂട്ടറിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് എടുക്കാനായിട്ട് എല്ലാവരും അടുക്കി ഇങ്ങനെ ഫ്രണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സാധനം അടിപൊളിയാണ്. സ്കൂട്ടർ എൻഡോർക്ക് ഡിയോ എന്നീ സ്കൂട്ടറിലൊക്കെ എല്ലാ സ്കൂട്ടറിനും ഇത് അടിപൊളിയായിട്ട് ചേരും കേട്ടോ. അടുത്തൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ളത് നിറച്ച് നമ്മുടെ 220യുടെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. നിറച്ച് ഒന്നും പൊട്ടിച്ചേടാ, ഒന്ന് ഫുൾ പൊട്ടിച്ച് കാണിച്ചെടുത്തേ. യെസ്, ഇത് നിങ്ങൾ അടക്കിയടാ, എൻ്റെ ക്വാളിറ്റി കാണിച്ചെടുക്കാം. കണ്ടില്ലേ, ഇത് അഴുക്കൊന്നുമല്ല, ഇത് ആ സ്റ്റിക്കർ ഒട്ടി ചെയ്തതിൻ്റെ ചെറിയ അടയാളമാണ് കേട്ടോ. തുടച്ചാൽ പോണതാണ്. പക്കാ ക്ലീൻ സാധനമാണ്. അപ്പോൾ 220യുടെ ഗ്ലാസ് ഷോപ്പിൽ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ ഒരു ബോക്സ് നിറച്ച് സാധനം വന്നിട്ടുണ്ട്. ഇത് എത്ര പീസ് ഉണ്ടോ? മൊത്തത്തിൽ 30 പീസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോ. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്കിന് കയറിയ 220 കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ഫുൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഹെഡ്ലൈറ്റിൻ്റെ സ്ട്രെച്ചർ, മൾഗാർഡ്, ഹെഡ്ലൈറ്റിൻ്റെ ധൂമ്, അങ്ങനെ കിറ്റ്, ഫെയറിങ്, അങ്ങനെ ഫുൾ സെറ്റപ്പ് മാറ്റാനായിട്ട് പോവുകയാണ്. ആ മാറ്റാനുള്ള സാധനങ്ങളാണ് ബോക്സ് പീസ്, ബജാജിൻ്റെ ഒറിജിനൽ പീസ് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വണ്ടിയിനകത്ത് ഇരുന്ന ധൂമിൻ്റെ ബേക്ക് പോർഷൻ ഇവിടെ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് ധൂമിൻ്റെ ഗ്ലാസ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാമായിരുന്നു. ഇതിപ്പം ഫുൾ പൊട്ടിപ്പോയതുകൊണ്ട് നമുക്കിത് ഫുൾ സെറ്റായിട്ടാണ് മാറേണ്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ഹെഡ്ലൈറ്റും സ്ട്രെച്ചറും എല്ലാം മാറ്റി ഈ 220 നമുക്ക് അടിപൊളിയാക്കി ഇറക്കാം. ഓക്കെ, വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടില്ലേ, അപ്പോൾ എല്ലാം പണി സെറ്റാക്കി നമുക്ക് ഇറക്കാം.
ഇത്രയും കൂടാതെ തന്നെ ഒരു പുതിയ 220 ഡിസ്പ്ലേ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആയിട്ട് നമുക്ക് വണ്ടി അടിപൊളിയാക്കാം. അപ്പോൾ ഈ 220 ഫോർക്കിനും ചെറിയൊരു ബെൻഡുണ്ട് കേട്ടോ. 2 ഫോർക്കിനും ബെൻഡുണ്ട്. വണ്ടി ചെറുതായിട്ടൊരു ഇടി നടന്ന വണ്ടിയാണ്. അപ്പോൾ ഫോർക്കും ഫുൾ അസംബ്ലി ഇളക്കി അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയ ഇന്നർ ട്യൂബാണ് കേട്ടോ. പുതിയ ഇന്നർ ട്യൂബ് അപ്പോൾ ചേഞ്ച് ആക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മൾ ആദ്യത്തെ. പണ്ട് സ്റ്റണ്ടർ ആയിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ പെഗസസ് വർക്ക്ഷോപ്പിലെ മെയിൻ മെക്കാനിക്കൽ. ഗൈസ്, അപ്പം നമ്മൾ 220 വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് വീട്ടിൽ പോകേണ്ട കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് താങ്ക് യു. ഒരു പെട്രോൾ ഇത് ഗായത്രിയുടെ DOയ്ക്ക് ഒഴിക്കാൻ വേണ്ടി പെട്രോൾ വാങ്ങിച്ചാൽ കേട്ടോ. പിന്നെ എക്സ്പൾസ് ഇവിടെ വെച്ചിട്ട് സമീൻ്റെ ഡ്യൂക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ജോലിക്കൊക്കെ പോകണത് കേട്ടോ. അപ്പോൾ അവൻ്റെ ഡ്യൂക്ക് എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയാണ്. ഇത് എടുത്തുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല, ഡ്യൂക്ക് ഓടിക്കാൻ ചെറിയൊരു മോഹം, അങ്ങനെ ഡ്യൂക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ ചേട്ടാ, ഒരു കോഴി അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് രാത്രി കഴിക്കാനായിട്ടെ ആ ഒരു കോഴിയെ കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഇതെന്തൊരു കടപ്പ്. ഗൈസ്, അപ്പം വീട്ടിൽ പോയിട്ട് നൈറ്റ് ഇത് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഈ 220 അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആ വർക്കൊക്കെ കഴിഞ്ഞ് വൈകിട്ടേ കഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കിറ്റൊക്കെ മാറി. ഇവിടുത്തെ ഫ്ലാപ്പും കാര്യങ്ങളൊന്നും മാറിയില്ല. അതിന് വേറെ പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ സൈഡ് മിററൊക്കെ പഴയതാണ്. വൈസർ, കിറ്റ്, ഹെഡ്ലൈറ്റ്, അതിൻ്റെ സ്ട്രെച്ചർ ഇതെല്ലാം പുതിയതാണ്. സെൻറ്റർ മൾഗാർഡ്, ഡിസ്ക് എല്ലാം പുതിയതാണ്. വണ്ടി പക്ക സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. പിറ്റേന്ന് രാവിലെ ഇതാ ഗായത്രിയുടെ DO എടുത്തോണ്ട് ഇറങ്ങി അയക്കാണ് കേട്ടോ. ഇതിൻ്റെ മീറ്റർ വന്നിട്ട് അറക്കാവുന്നില്ല, ബാറ്ററിയൊക്കെ ഡെഡാണ്. കിക്കടിച്ച് ഉപ്പാട് വന്ന് അങ്ങനെയാണ് സ്റ്റാർട്ടായത്. കുറച്ച് ദിവസം കൊണ്ട് വണ്ടി ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. ബാറ്ററിയൊക്കെ ഡെഡായിട്ട് പെട്രോൾ ഇല്ലായിരുന്നു. അങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ പെട്രോൾ ഡ്യൂക്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഞാൻ അങ്ങനെ പെട്രോൾ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ബാറ്ററി ഒന്ന് മാറണം, ഓയിലൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ മൾഗാർഡ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ എൻഡോർക്കിന് മൾഗാർഡ് വന്നേക്കല്ലേ. അപ്പോൾ ആ ഒരു മൾഗാർഡും കൂടെ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുള്ള ലുക്ക് നമുക്കുണ്ടെന്ന് നോക്കാം. ഗായത്രി കൂടെ ചെത്തിട്ട് കഴിച്ചു. ഇതിൻ്റെ പെയിൻറ്റ് മാറ്റണം നമ്മൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പെയിൻ്റ് ഒന്ന് മാറ്റി വേറെ കളറിലോട്ട് ആക്കണം. ഇപ്പോഴൊന്നും ആക്കുന്നില്ല, അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാനുണ്ട്. അങ്ങനെ DOയുടെ വർക്കും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കാനുള്ള പോവുകയാണ്. ചാർജില്ല ബാറ്ററി. ഞാൻ കടയിലോട്ട് പോവാം. സനൽ എന്താ എന്തിൻ്റെ ആയിരുന്നു? ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കാശ് കടക്കുന്നുണ്ടോ, വേറെ ഏതെങ്കിലും നോട്ടീസ് ഓക്കെ ശരി. ഇല്ല, ഒന്നുമില്ല, ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അല്ല, ഞാൻ യൂട്യൂബറാണ്. അപ്പോൾ എനിക്ക് വല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ടല്ലോ. DOയുടെ വർക്ക്, അതായത് ബാറ്ററി മാറി, ബാക്കി മൾഗാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും പൂർത്തീകരിക്കാൻ പറ്റിയില്ല. കുറച്ച് വേറെ തിരക്ക് കാരണം അവസാനം വീട്ടിൽ വന്ന്. ഇന്നൊരു പ്രത്യേക ദിവസമുണ്ട്. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. 27 രാവായതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഇന്ന് നോമ്പ് പിടിച്ചേക്കാണ്. എല്ലാ വർഷം പിടിക്കുന്നതാണ്. ഞാൻ ഗായത്രി എല്ലാ വർഷം പിടിക്കുന്നതാണ്. അപ്പോൾ ഇത്തവണയും 27 രാവിലെ നോമ്പ് പിടിച്ച് ഇപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് പോവാൻ 6:30 ആവാനായിട്ട് പോവാൻ 6:26 ആയിട്ടാ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗായ്സ്, ലഡു ഒക്കെ ആയിട്ട് നമ്മൾ നോമ്പ് പിടിക്കാനായിട്ട് എടുത്തേക്കുന്ന ഇതൊന്നും നമ്മൾ വാങ്ങിച്ചതല്ല. ഇതൊക്കെ ഭാഗ്യത്തിന് ഇന്ന് ഗസ്റ്റുകൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. എന്തെങ്കിലും ലഡു ഉണ്ട്, പിന്നെ അല്ലാതെ വട ഉണ്ടില്ല. പോയിന്നെ അതാ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചേക്കാം. ഓടി കള്ളി. വീട്ടിൽ അച്ഛന് മാത്രമേ നോമ്പതില്ലാതെ കേട്ടോ. അതുകൊണ്ട് അച്ഛൻ സമയം എല്ലാം പറക്കി തിന്നോണ്ടിരിക്കുക. അച്ഛൻ തിന്നോ സ്നേഹം കണ്ടോ ഗൈസ്.
ഇത്രയും ചുമ്മാ ഒരു ആഡംബരത്തിന് വേണ്ടി വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം തിന്നാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് സാധനങ്ങൾ മാത്രമേ തിന്നാൻ പറ്റത്തുള്ളൂ. രാത്രി എല്ലാം തിന്നോടി. എങ്ങനെയുണ്ട്? നോമ്പ് പിടിച്ചിട്ട് എങ്ങനെയുണ്ട്? തന്നെ മുഖം കണ്ടാൽ തന്നെ അറിയാം കേട്ടാ. ഇപ്പോഴത്തെ ചൂടായതുകൊണ്ട് ഭയങ്കര കടുപ്പമാണ് നോമ്പ് പിടിക്കുക. പിന്നെ ഇത് നമ്മൾ പിടിക്കാതെ പിടിച്ചപ്പം ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കുഴപ്പമില്ല, എന്നാലും രസമുണ്ട്. നിങ്ങളെന്ത് മിണ്ടായിന്നല്ല ഒരു ക്യാമറ ഓണാക്കിയോണ്ട്. ഡിയോ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്തതാ. ഇപ്പം ഒറ്റ അടിക്ക് സംഭവം സ്റ്റാർട്ടാകും കേട്ടാ. 2 അടി അടിക്കേണ്ടി വരും. സെറ്റായിട്ടുണ്ട്. അപ്പം ബാറ്ററി ഓക്കെ ആയി. ഇനിയിപ്പോൾ അടുത്ത ചേഞ്ച് ചെയ്യാണ് മൺകാടും പിന്നെ അല്ലാതെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടിയുടെ പെയിൻറ്റിങ് കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് വഴിയുള്ള വീഡിയോസിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഒരു വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് 2 ദിവസത്തെ വീഡിയോ ആയിരുന്നു. ഒറ്റ വീഡിയോ ആയിട്ട് സെറ്റ് ആക്കിയതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കാര്യം സാധ്യതയായിരിക്കും.